ഉള്ള സാധ്യതയാണ് അവർ തുറന്നിട്ടിരിക്കുന്നത്. കാശ്മീരിൽ ഇരിക്കുന്ന ഒരാൾ കയറി ഇവിടുന്ന് ഒരു സാധനം അന്വേഷിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ലിസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് അതിനകത്ത് കിടപ്പുണ്ടെങ്കിൽ അവൻ അത് എവിടുന്ന് വരുന്നു എന്ന് അറിയേണ്ട ആവശ്യമില്ല. അവൻ ആ സാധനം മേടിക്കുക മാത്രമേ ഉള്ളൂ. നമ്മൾ അതിനെതിരെ സമരം ചെയ്തത് കൊണ്ടോ എൻ്റെ പ്രത്യയശാസ്ത്രം ഇതുമായി യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ബിസിനസ്സിൽ ഞാൻ ഇതിനെ ഉൾക്കൊള്ളുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടോ അവർക്കൊരു ചുക്കും സംഭവിക്കില്ല, നിങ്ങൾക്ക് മാത്രമേ സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുണ്ട്, ഒരു സംരംഭകനാകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ഒരു സംരംഭകയാകാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ വികാരങ്ങളും നിങ്ങളുടെ വൈകാരികതകളും കൊണ്ട് ഈ ഇൻപുട്ട് ചെയ്യാനുള്ള സ്ഥലമല്ല നിങ്ങളുടെ സംരംഭം. നിങ്ങളൊരു സംരംഭം തുടങ്ങി, നിങ്ങൾക്ക് പരിചയമുള്ള എത്ര ആളുകളുണ്ടാവും നിങ്ങളുടെ ചുറ്റുവട്ടത്ത്? ഭർത്താവിന്റെ കുടുംബത്തിൽ നിങ്ങളെ പരിചയമുള്ള, നിങ്ങളെ കണ്ടാൽ ചിരിക്കുന്ന എത്ര സ്വന്തക്കാരും ബന്ധുക്കാരും അവരുടെ ബന്ധുക്കാരുമായിട്ട് എത്ര പേരുണ്ടാവും? നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അച്ഛൻ അമ്മ ഉപ്പുലുള്ള ആൾക്കാരായിട്ട് എത്ര ഉണ്ടാവും? ഒരു മിനിമം 1000 പേരുണ്ടാവില്ലേ? നിങ്ങളൊരു സംരംഭം തുടങ്ങിയാൽ ഈ 1000 പേര് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്നു നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പോലും മേടിക്കാതിരിക്കുന്നത് ഇവർ മാത്രമായിരിക്കും, അല്ലേ? നിങ്ങൾ ബിസിനസ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ചിന്താഗതി അതാണ്. എനിക്ക് പരിചയമുള്ള ഇത്രയും ആളുകളുണ്ട്, ഞാനൊരു സംരംഭം തുടങ്ങിയാൽ ഇവരെല്ലാവരും കൂടി എന്നെ സഹായിക്കുമെന്ന് വിചാരിച്ചാണ് നമ്മൾ പലപ്പോഴും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ സത്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഉൽപ്പന്നം ഒരിക്കൽ പോലും വാങ്ങാത്ത ആളുകൾ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ ഏറ്റവും അടുത്ത ബ്ലഡ് റിലേഷൻസ് ആയിരിക്കും. എഴുതി വെച്ചോ, എന്നിട്ട് തുടങ്ങി കഴിയുമ്പോൾ ഒരു 3 മാസം കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. വെറുതെ കൊടുത്താൽ പോലും മേടിക്കില്ല ചിലപ്പം. വെറുതെ കൊടുത്താലും നിങ്ങൾക്ക് അതിനകത്ത് ലാഭം ഉണ്ടെന്ന് പറയും. മനസ്സിലായോ? വെറുതെ കൊടുത്താലും പറയും അവനെന്തോ അതിമേൽ കൊള്ള നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൻ നമുക്കത് ഫ്രീ ആയിട്ട് തരുന്നതെന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളുടെ വൈകാരികത, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ മതം, നിങ്ങളുടെ വിശ്വാസം, ഇതൊന്നും നിങ്ങൾക്ക് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫണ്ടിട്ട് നമ്മൾ ബിസിനസ് ചെയ്ത് നമ്മൾക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരിക്കണം നിങ്ങളുടെ ചിന്ത. നിങ്ങൾ ലാഭം ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ചെയ്തോ. നിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണോ, നിങ്ങൾ കൊടുത്തോ. പക്ഷെ നിങ്ങളുടെ ബിസിനസിന്റെ മുടക്കുമുതൽ എടുത്ത് വെച്ച് നിങ്ങൾ കൊടുക്കരുത്. നിങ്ങൾ ബിസിനസ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ മറ്റുള്ളവരെ സഹായിച്ചോ, ഒരു കുഴപ്പമില്ല. ലാഭം ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ ബിസിനസിനെ സഹായിക്കാനുള്ള സ്കില്ലില്ല, നിങ്ങളുടെ വൈകാരിക ബന്ധം വെച്ച് എൻ്റെ അമ്മായിയുടെ മോനല്ലേ, അമ്മായിയുടെ മോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ കൊണ്ടുപോയി നിങ്ങളുടെ ബിസിനസ്സിൽ കൊണ്ടുപോയി നിങ്ങൾ ജോലിക്ക് ആൾക്കാരെ വെക്കാൻ നിൽക്കരുത്. അവന് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ജോലി കൊടുത്തോളൂ. കഴിവില്ല എങ്കിൽ നിങ്ങളുടെ വൈകാരികതയുടെ പുറത്ത് നിങ്ങൾ അവർക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനം മുകളിലേക്ക് എത്തില്ല.